നമ്മൾ ചില ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്തെ ഈ ടാപ്പിൻ്റെ അകത്തുനിന്ന് ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വെള്ളം ഉറ്റി പോകും അല്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിയിലൊരു പാട്ടി അല്ലെങ്കിൽ ഒരു ബക്കറ്റൊക്കെ വെച്ച് കൊടുക്കും. ഇത് വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടാവും. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നുണ്ടാവും. അങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റി വീണിട്ട് ബക്കറ്റാണെങ്കിൽ ബക്കറ്റിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടാവും, പാട്ടയിലാണെങ്കിലൊക്കെ നിറഞ്ഞു വരുന്നുണ്ടാവും. ഒരു ദിവസം നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്തെ ഈ ടാപ്പിൻ്റെ അകത്തുനിന്ന് വെള്ളം വരുന്നില്ല. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോഴാണ് നമ്മൾ ആ തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് അവിടെ ശേഖരിച്ച് വെച്ച ആ വെള്ളത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇത് ചെയ്തിട്ട് എന്താണെന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ നോക്കിയാൽ മതി, ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അത് പല സമയത്തും നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്. കാരണം ഇതിന് ഫ്യൂച്ചർ എന്താവും, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ്. ഇപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താ, ഏതൊരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താവും എന്ന് നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ത് ചെയ്യുക, ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്.